ഇന്ന് കുറുകിയൊരു കൊഞ്ചേറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചുവന്നുള്ളിയോ വലിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വഴണ്ട് വരുന്ന സമയത്ത് ഇതാ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർക്കുന്നത്. അതും കൂടെ വഴണ്ട് വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ ഒരു സെയിം ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ചും കൂടെ ചേർത്ത് ചെറിയ രീതിയിലൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അരച്ച് വെച്ചിരുന്ന ഒരു പേസ്റ്റും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, ലേശം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ലേശം ഉപ്പും പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ആ ഒരു കറി കുറുകി വരുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം.